ദൈവത്തിൻ്റെ മാധുര്യമേറിയ നാമം നല്ല സന്ധ്യാവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ കർത്താവിൻ്റെ ദാസന്മാർ, നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന കർത്താവിൽ അനുഗ്രഹീത ദൈവ കുഞ്ഞുങ്ങൾ തോലടിയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സാഗൂതം ഈ രാത്രിയും ഞങ്ങളുടെ വചനവും ആരാധനയും ശ്രദ്ധിക്കുന്ന ബഹുമാന്യരും നല്ലവരുമായ നാട്ടുകാർ, ഈ രാത്രി മീഡിയയിൽ കൂടി ഞങ്ങളെ ലോകരാജ്യങ്ങൾ സാഗൂതം ശ്രദ്ധിക്കുന്ന മാന്യ പ്രേക്ഷകർ, ഒരുക്കപ്പെട്ട ഗ്രൗണ്ടിൽ ഉപവിഷ്ടരായിരിക്കുന്ന അപ്പച്ചന്മാർ, അമ്മജിമാർ, സഹോദരിമാർ, സഹോദരന്മാർ, കുഞ്ഞുങ്ങളെല്ലാ മക്കൾക്കും ഒരു സന്ധ്യയെങ്കിൽ കൂടി പുനരാഗമിപ്പാൻ കൊതിക്കുന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള നിസ്തുല്യ വന്ദനത്തെ ഈ രാത്രി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യ നിമിത്തം ഒരു സന്ധ്യയെങ്കിൽ കൂടി വചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ കൃപാലുവായ ദൈവം ഒരു ദിനം കൂടി അടിയന് തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. യോഗ പരമ്പരകൾക്ക് നേതൃത്വം കൊടുക്കുന്ന റെഡ്വി മീഡിയ അജി ബ്രദർ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുഞ്ഞുങ്ങൾ, കുടുംബം, എല്ലാ മക്കളോടുമുള്ള അകമഴിഞ്ഞ നന്ദി ഇന്ന് രാത്രി രേഖപ്പെടുത്തുന്നു. ഈ രാത്രി ഇവിടുത്തെ സിയോൺ സംഘത്തിന്റെ ശുശ്രൂഷകനായിരിക്കുന്ന ബഹുമാനപ്പെട്ട സുൽരാജ് പാസ്റ്റർ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച് കർത്തൃസന്നിധിയിൽ സഹായിച്ച ബഹുമാനപ്പെട്ട ബിജു പാസ്റ്ററെ ഓർക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി 11 വാക്യങ്ങളായിരിക്കും കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുന്നത്. 9 വാക്യങ്ങൾ കഴിയുമ്പോൾ ഒരിടവേളയും അതിനുശേഷം 2 വാക്യങ്ങൾ കഴിയും. ഇടവേളയിലും കാണിക്കെടുക്കുകയും 2 വാക്യം കഴിയുമ്പോൾ അവസാന പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. കാലാവസ്ഥ അല്പം പ്രതികൂലമായിരുന്നെങ്കിലും തക്ക സമയത്ത് ദൈവം അല്പം മാറ്റം വരുത്തി നമ്മളോട് കരുണ കാണിച്ച കർത്താവിന് കോടാനുകോടി സ്തോത്രം. ആളിന്റെ ബഹുത്വത്തിലുള്ള കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് ഈ രാത്രിയും വചന കേൾവിക്കായി കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു. ഇന്നലെ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രിയിൽ 10-11 വാക്യങ്ങൾ വായിച്ചാൽ നാം അവസാനിപ്പിച്ചത് യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവും ഒലിവുമല പ്രഭാഷണവും. 24:3-4-5 ഗുരു അതെപ്പോൾ സംഭവിക്കുന്ന എന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. അത്തയെ നോക്കി ഒരു മൊമ്മ പഠിപ്പിക്കുന്നതിന്റെ കൊമ്പളതായില തളിക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. അതിനാസ്പദമായി ഇന്നലെ രാത്രി മത്തായി 22, മത്തായി 23, 24, 25 ഇസ്രായേലും അന്തിമ ദിനമെന്നൊരു ഭാഗമാണ് നാം ചിന്തിച്ചു തുടങ്ങിയത്. ഹമാസ് വിഷയം എവിടെ എത്തും? ഈ തലമുറയിൽ കാന്തൻ വരുമോ? അതിനാസ്പദമായി ഇന്നലെ രാത്രി യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണത്തിന്റെ നിവർത്തിയായി ക്രൂശീകരണത്തിലേക്ക് കടന്നുപോയി. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചവനിൽ യാതൊരു കുറ്റവുമില്ല. പീലാത്തോസിന്റെ അരമനയിലെ യഹൂദ പരീക്ഷകൾ നിലവിളിച്ച് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. മത്തായി 27-25 നില കുഞ്ഞുങ്ങൾ വായിച്ചു. കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലെ നൈജീരിയ വരെ ചിതറി. AD 30 മുതൽ യഹൂദന്റേതായ പീഡനത്തിന്റെ തുടക്കം. AD 68 അവന്റെ ദൈവാലയം തകർന്നു. നല്ല രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആ വാതിൽ ഇപ്പോഴും അടച്ചിരിക്കുന്നു. എസെക്കിയേൽ പ്രവചനം 44:1-2 യഹോവയായ കർത്താവ് എസെക്കിയേലിനോട് പറഞ്ഞു, ഈ വാതിൽ അടച്ചിരിക്കണം, ആരും ഇത് തുറക്കരുത്. കർത്താവ് അതിൽ കൂടി കടന്നുകൊണ്ട് അത് അടച്ചിരിക്കണം. അത് കണ്ട സങ്കീർത്തനം 24 വരുമ്പോൾ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. ഈ ലോകരാജ്യങ്ങൾ മുഴുവൻ അവൻ ചിതറി. ആവർത്തന പുസ്തകം 28:64-68 നില വായിച്ചു. രാത്രിയാകുമ്പോൾ വിചാരിക്കും രാവിലെ ആയാൽ മതിയെന്ന്, രാവിലെ ആകുമ്പോൾ വിചാരിക്കും ഇരുട്ട് കയറിയാൽ മതിയെന്ന്. പല്ലിയും പാമ്പും അതുപോലെ തന്നെ ചെരുപ്പിന്റെ വാറും ഇലക്കറികളുമെല്ലാം കഴിച്ച് ലോകരാജ്യങ്ങൾ അവർ ഭീതിയോട് അവരുടെ ശരീരം മാർക്കറ്റുകളിൽ വിറ്റു. ഗർഭിണികളുടെ വയറിനകത്തുനിന്ന് കുത്തിപ്പിളർന്ന് പിള്ളയെ പച്ചയ്ക്ക് കൊന്നുകളഞ്ഞു. ശരീരത്തിലെ കൊഴുപ്പെടുത്ത് ലോകരാജ്യങ്ങളിൽ മാംസത്തിൽ നിന്നുള്ള കൊഴുപ്പെടുത്ത് സോപ്പുണ്ടാക്കി. കില്ലർ 60 ലക്ഷം യഹൂദന്മാരെ കൊന്നു. എവിടെ യഹൂദനെ കൊല്ലുന്ന ഒരു കാലം. അതിനാസ്പദമായി സ്വന്തം അമ്മ കുഞ്ഞിന്റെ മാംസം ഭക്ഷിക്കുമോ? ഇസ്രായേലിന്റെ ചരിത്രമായി ലേവ്യ പുസ്തകം 26-29 ഇന്നലെ രാത്രി വായിച്ചു കേൾപ്പിച്ചു. നിങ്ങൾ കേട്ടു, സ്വന്തം മനുഷ്യ പുത്രന്മാരുടെ മാംസം നിങ്ങൾ തിന്നുമെന്ന് ഇന്നലെ വചനം പറഞ്ഞു കേട്ടു. അതിനോടനുബന്ധിച്ച് യിരെമ്യാ പ്രവചനം 19:50 നിന്നെ ഞെരുക്കുന്ന നാളിൽ നീ നൊന്ത് പ്രസവിച്ച മകന്റെയും മകളുടെയും ഭക്ഷണ ആ മാംസം നീ കഴിക്കുമെന്ന് ഇന്നലെ രാത്രി. ആവർത്തനം 28:53 ഇന്നലെ രാത്രി വായിച്ചു. നിന്റെ ഞെരുക്കത്തിങ്കൽ നീ ഇതുവരെ അനുവദിക്കാത്ത ക്ലേശത്തിങ്കൽ നിന്റെ മക്കളുടെ മാംസം തിന്നുമെന്ന്. സ്വന്തം കുഞ്ഞുങ്ങളുടെ മാംസം തിന്നുന്ന ഒരു ജനതയായി ഇസ്രായേൽ മാറിയത് ഇന്നലെ വരച്ചു കാട്ടി. 1867 ഒരു പരേഡ് ഫ്രാൻസിൽ നടക്കുമ്പോൾ ഒരു യഹൂദ കമാൻഡറെ അടിച്ചുകൊള്ളുമ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ വന്ന ചെറുപ്പക്കാരന്റെ പേരായിരുന്നു തിയോഡർ ഹെർസൺ. അവൻ ഒറ്റയൊരുത്തൻ 30 വർഷം നിലവിളിക്കുമ്പോൾ 897 ഒരു ബുക്കിലെറ്റ് വന്നു, സിയോൺ സംഘം. ആ ബുക്കിലെറ്റ് ലോകരാജ്യങ്ങളിലെത്തി. പ്രാർത്ഥന തുടങ്ങി 910 ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ രാത്രി സൂചിപ്പിച്ചു. ഓൺലൈനിലുമുണ്ട്. ഫെർഡിനൻഡ് രാജാവ് സോഫിയ രാജകുമാരി സെർബിയയിൽ പോയപ്പോൾ അവർക്ക്
ഹല്ലേലൂയ. ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ അംഗരക്ഷകന് മർദ്ദനവും അദ്ദേഹം മരിക്കപ്പെടുമ്പോഴ ലോകം രണ്ട് ചേരിയിൽ, ബ്രിട്ടനും ജർമ്മനിയും രണ്ട് ചേരിയിലായപ്പോൾ ബ്രിട്ടനെ സഹായിപ്പാൻ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിക്കകത്ത് ഒരു യഹൂദനുണ്ടായിരുന്നു. അവന്റെ പേരായിരുന്നു സിയോൺ സംഘത്തിന്റെ നേതാവ് ചിയാം വൈസ്മാൻ. അവന്റെ ഗ്രനേഡ് എടുത്തുകൊണ്ട് കടലിനകത്തോട് ഒഴുക്കി വിട്ട് ആരെ തകർത്തു? ജർമ്മനിയെ തകർത്തു. അതാ യോബ് 38, 22, 23 ഇന്നലെ നിങ്ങൾ വായിച്ചു. ഹിമത്തിന്റെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? കൽമഴയുടെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? പോരും പടയുമുള്ള നാളിലേക്ക് ഞാൻ അതിനെ വെച്ചിരിക്കുന്നു. അതിനാസ്പദമായി ഈ യുദ്ധത്തിനകത്ത് ബ്രിട്ടൻ ജയിച്ചപ്പോൾ യഹൂദ ശാസ്ത്രജ്ഞനോട് ചോദിച്ചു, എന്ത് വേണം? ഞങ്ങൾക്കിപ്പോ വീടില്ല, കൂടില്ല, കിടക്കാനിടമില്ല, ഞങ്ങൾക്കൊന്ന് മടങ്ങി വരണം. അതിനാസ്പദമായി 1917 നവംബർ 11 രാത്രി 11 സെക്കൻഡ് ആദ്യമായി യഹൂദൻ മടങ്ങി വരുന്നു. അത്തിച്ചെടി ഒഴിച്ചു വെക്കുന്നു. ഗുരു, നിന്റെ വരവിന് ലോകാവസാനത്തിന് മടയാളം അത്തിയെ നോക്കി ഒരു മൊമ്മ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതായി ഇല തളർക്കുമ്പോൾ വേനൽ. രാത്രി രണ്ടാം ഭാഗത്തിലേക്ക് ആ യുദ്ധത്തിനകത്ത് 5 ലക്ഷത്തോളം പേർ മരിച്ചെന്ന് ലോകം പറയുന്നു. കണക്കില്ലാതെ ആൾക്കാർ മരിച്ചു. ഇനിയൊരു യുദ്ധം വേണ്ട എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായി. ആ സംഘടനയുടെ പേരാ സർവ രാഷ്ട്ര സംഘടന, ലീഗ് ഓഫ് നേഷൻസ്. ഒരിക്കൽ കൂടി ഇന്നത്തെ ഇസ്രയേൽ, ഹമാസും ഇസ്രയേലും, സിറിയയും, ഇസ്രയേൽ ലബനോനും, ഇസ്രയേലും ഇറാനും, ഇസ്രയേലും തുർക്കിയെല്ലാം കാണുമ്പോൾ ഈ തലമുറയിൽ, അതിതളർത്ത തലമുറയിൽ കാന്തൻ വരാറായെന്നുള്ളതിന്റെ തെളിവുകൾ ഇവിടെ കാണുമ്പോൾ, ഇന്നലെ രാത്രി നിങ്ങളുടെ മുൻപിൽ വരച്ചു കാട്ടുമ്പോൾ, ഒരു രാത്രി കൂടി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ ഇന്ന് രാത്രിയും പറയുന്നു, കാലം അതിന്റെ അന്ത്യത്തിൽ, യുഗം അതിന്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിന്റെ കടശീ ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാഗതമായി വിട്ടനന്തയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എന്റെ കാന്തൻ കാകള ധ്വനിയുമായി മധ്യാകാശത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഹൃദയത്തിന്റെ തങ്കപ്പലകളിൽ വചനം രേഖപ്പെടുത്തിയ ദൈവ കുഞ്ഞുങ്ങൾ, ഈ രാത്രിയിലും പറയുന്നത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ. കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവോ. 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. തോലടി കുന്നത്തുകാൽ നിലമോന്നോട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം റോമലേഖനം 11-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. എവരിവൺ ഓപ്പൺ യുവർ ബൈബിൾ, ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 11 വേഴ്സ് 15. റോമലേഖനം 11-15. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. വളരെ ഹല്ലേലൂയ വചനങ്ങൾ വായിച്ചായിരിക്കുമ്പോൾ വായിച്ചിട്ട് മക്കളെ. റോമലേഖനം 11-15. അവരുടെ ഭ്രംശം ഇസ്രായേലിന്റെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ, ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം, ലോകം അവരെ അംഗീകരിച്ചത് മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ, മരിച്ചവരുടെ ഉയർപ്പല്ലാതെ എന്തെന്ന് പറയുവാൻ ഇസ്രായേലിനെ ലോകം അംഗീകരിച്ചു. ഇന്ന് രാത്രി അത് പറയുമ്പോൾ അവസാനിക്കും. ബാക്കി നാളെ മരിച്ചവർ ഉയർക്കാറായി. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പ്. One more time revise in English. The casting of Israel, the authorization of Israel, coming the rapture of the church. സഭയുടെ ഉൽപ്രാവണം ഇതിനെ ബേസ് ചെയ്തായിരിക്കും ഇന്ന് രാത്രി നാം പ്രതിപാദിക്കുന്നത്. കർത്താവിന്റെ വരവിന്റെ പ്രഭാഷണത്തിന്റെ 2ാം ഭാഗം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കഴിഞ്ഞ രാത്രി നമ്മൾ ഈ പട്ടണം വിട്ടുപോയി പല ദേശങ്ങളിലേക്ക് പാടിയ കുഞ്ഞുങ്ങളിൽ ഞങ്ങളുമൊക്കെ ഭവനത്തിൽ പോയി, നിങ്ങളുടെ ഭവനങ്ങളിൽ മടങ്ങിപ്പോയി. അനവധി അപകടങ്ങളും ആപത്തുകളും എല്ലാം തൃശ്ശൂരിലോ മറ്റോ ഒരു ലോറിയിൽ ഒരു ക്ലീനർ ഓടിച്ച് 6 പേർ ഇന്നലെ രാത്രി ലോകത്തോട് മാറ്റപ്പെട്ടപ്പോൾ ഇന്ന് രാത്രിയും കാലുകൾ ചവിട്ടിക്കൊണ്ട് ഗ്രൗണ്ടിനകത്ത് വന്ന അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ മഹാദൈവം നമ്മളോട് കരുണ കാണിച്ചു. നമ്മുടെ വാഹനത്തിന് ഒരു ആക്സിഡന്റ് വരാമായിരുന്നു, നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു ആക്സിഡന്റ് വരാമായിരുന്നു, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയപ്പോൾ ഒരു അപകടം വരാമായിരുന്നു. വീട് തന്നതല്ല, കാറ് തന്നതല്ല. പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു സന്ധ്യായാമത്തിൽ അപ്പച്ചന്റെ മുഖത്തേക്ക് നോക്കുവാൻ മഹാദൈവം നമ്മളോട് കരുണ കാണിച്ചതിനാൽ എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവളുടെ പ്രത്യേകത, അവൾക്ക് നല്ലൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. കാലത്തിന്റെ യവനികക്കകത്ത് തന്റെ പ്രിയപ്പെട്ടവൻ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അവളുടെ ഏകയാശ്രയം 9 മാസവും 9 ദിവസവും 9 വിനാടിയെ നൊന്ത് പ്രസവിച്ച പൈതൽ. ആശകളും ഹല്ലേലൂയ വാഗ്ദത്തങ്ങളും എല്ലാം നോക്കി കുഞ്ഞിന്റെ മുഖത്ത് നോക്കുമ്പോൾ കാലത്തിന്റെ യവനികക്കകത്ത് കുഞ്ഞ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. നൊന്ത് പ്രസവിച്ച മാതാവിന്റെ വേദന ആർക്കും അറിയത്തില്ല. സെമിത്തേരി ഒരുങ്ങിക്കഴിഞ്ഞു, ശവമഞ്ചം റെഡിയായി കഴിഞ്ഞു. ആ കുഞ്ഞുമായി ഒരു വിലാപയാത്ര അതിനകത്തേക്ക് പോകുമ്പോൾ അമ്മയുടെ കണ്ണുനീരിന്റെ നടുവിൽ വിലാപങ്ങളെ നൃത്തമാക്കുന്ന ഞങ്ങളുടെ നാഥൻ ഇറങ്ങി വന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അരുമയാന കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി ചാവാറായ ശേഷിപ്പുകളെ ഇന്ന് രാത്രി ചലിപ്പിക്കുവാൻ കരുത്തുറ്റ നല്ല ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമകൾക്ക് എന്റെ നാഥന്റെ കരം ചലനമറ്റ ദേഹത്തിനകത്ത് ഇറങ്ങിയപ്പോൾ അവന്റെ കാലുകൾ ചലിച്ചു. ചെറുപ്പക്കാരൻ ചാടി എഴുന്നേറ്റതുപോലെ ഈ കൺവെൻഷൻ ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ചില ജീവിതങ്ങൾ
നിങ്ങൾ എഴുന്നേറ്റ് യേശുവിനെ ഉയർത്തുവാ. അടകാരകത ബൗഡ ഇന്ന് രാത്രി മദ്യപാനത്തിന്റെ ആസക്തിക്കകത്ത് ഇനി മടക്കി വരത്തില്ലെന്ന് പറഞ്ഞ് ചില ജീവിതങ്ങൾ നാഥന് വേണ്ടി കരങ്ങൾ ഉയരുക. ഇന്ന് രാത്രി ആത്മഹത്യക്ക് വേണ്ടി പട്ടണത്തിനകത്ത് കൊതിക്കുന്ന ചിലത് ഇന്ന് രാത്രി ശബ്ദ സീമയ്ക്കകത്ത് വചനം കേൾക്കുമ്പോൾ നാഥന്റെ വല്ലഭത്വത്തിന്റെ കരം നായിന്റെ പട്ടണത്തിലെ വിധവയുടെ മകന്റെ ദേഹത്ത് തൊട്ടതുപോലെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഇന്ന് രാത്രി വചനത്തിൽ കൂടി ആരാധനയിൽ കൂടി ഇവിടെ പെയ്തിറങ്ങുമ്പോൾ ചില കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. മഹാദൈവ ഇന്ന് രാത്രി ഞങ്ങളോട് കരുണ കാണിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു. കരുണാമയന നിത്യന നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപാദപീഠത്തിൽ വരുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച മഹാദൈവം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിട്ടുണ്ടല്ലോ. കൺവെൻഷൻ കൂടെ ഞങ്ങളുടെ രണ്ടാമത് രാത്രി അങ്ങയുടെ ശബ്ദം അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്നു. അങ്ങയുടെ ശബ്ദം പെരുവെള്ളത്തിന് മീതെ മുഴങ്ങുന്നു. കാദേശ് മരുഭൂമിനെ നടുക്കുന്ന ശബ്ദം ഇന്ന് രാത്രി മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവവചനത്തിന്റെ കാകളവിടെ മുഴങ്ങുമ്പോൾ ലെബനോനിലെ ദേവദാരുക്കളുടെ തോലുരിച്ചതുപോലെ ചില പാരമ്പര്യത്തിന്റെ ബന്ധനങ്ങൾ ഇവിടെ തകരുക, ദൂട്ടാത്മ കോട്ടകൾ ഇവിടെ തകരുക. അതിനെ മാറ്റിക്കൊണ്ട് ചില ജീവിതങ്ങൾ പറവോന്റെ അടിമത്തത്തിൽ നിന്ന് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക. ഈ കൺവെൻഷൻ കൂട്ടങ്ങളെ തിരുകരങ്ങൾ തരുന്നതിന്റെ പിൻപിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം കാക്കണമേ. അപ്പച്ച ദേശത്ത് മഴ ആവശ്യമാണ്, ഞങ്ങളോട് കരുണ കാണിക്കണമേ. 6 മുതൽ 10 വരെ ദേശത്തൊരു മഴ വരാതെ സ്വർഗത്തിന്റെ കുട നിവർത്തി അങ്ങ് ഈ ദിവസങ്ങളിൽ കാത്തുകൊള്ളണം. യോശുവയുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ സൂര്യനെയും ചന്ദ്രനെയും അയ്യാലൂരിലും ഗിബെയോനിലും നിർത്തി അത്ഭുതം ചെയ്ത നല്ലവനായ കർത്തൻ കരം ഈ ദിവസങ്ങളിൽ ഇവിടെ വെളിപ്പെടട്ടെ. 5 കിലോമീറ്ററിനകത്ത് ഒരു മഴയും കാറ്റും ഇവിടെ വരാതെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദേശം കൈവശമാക്കി ഞങ്ങൾ ജയക്കൊടി ഉയർത്തുന്നു. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ ധരിക്കണമേ. ഇന്ന് രാത്രി ഒരു അന്ത്യകാലത്തിന്റെ ദൂത് പറയുവാൻ എളിയവനെ ബലപ്പെടുത്തണമേ. ഇവിടെ വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. വിടുതലോടെ കടന്നു പോകുക കർത്താവ് ഇന്ന് അവരെ കാക്കും. ശബ്ദം വിളിച്ച പ്രകൃതി എല്ലാം അനുഗ്രഹിക്കുക. ഈ പട്ടണത്തെ ദൈവം കാക്കും. ചോലടിയിലെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കും. ബിസിനസ്സുകാരും കുടുംബക്കാരും കൂലി തൊഴിലാളികളുമെല്ലാം കൺവെൻഷൻ കൂട്ടം മുഖാന്തരം അനുഗ്രഹിക്കപ്പെടട്ടെ. ആലയങ്ങളിലെ കാൽമാക്കൾ മുട്ടുമടക്കട്ടെ. ഒരു അന്ത്യകാലത്തിന്റെ ഉണർവ് ഈ പട്ടണത്തിൽ ആരംഭിക്കുക. മഹാദൈവം ഞങ്ങളോട് കരുണ കാണിച്ചതിനായി നന്ദി. സ്തുതിയും പുകഴ്ചയും അങ്ങയ്ക്ക് പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരം ഉയർത്തി കർത്താവിന് നന്ദി കൊടുക്കാം. ശക്തിയോടെ നന്ദി കൊടുത്താട്ടെ, ഉണർവോടെ നന്ദി കൊടുത്താട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗമായ രാത്രി നിങ്ങൾ വായിച്ചത് പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ 5 തലങ്ങളുണ്ട്. 1 സുവിശേഷം, 2 സഭയുടെ ചരിത്രം, 3 വലിയ ലേഖനം, 4 ചെറിയ ലേഖനം, 5 വെളിപ്പാട് പുസ്തകം. 4 വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഇന്ന് രാത്രി വായിച്ചത് ധന്യനായ പൗലോസ്ലീഹ റോമിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതിയ റോമാലേഖനമാണ് വായിച്ചത്. വിശ്വാസീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം AD 30 AD 57 പൗലോസ്ലീഹ എഴുതിയപ്പെട്ടത് റോമാലേഖനം. റോമാലേഖനത്തിന്റെ പ്രത്യേകത 16 അധ്യായങ്ങൾ, 453 വാക്യങ്ങൾ. ഇതിന്റെ പ്രത്യേകത ഒന്ന് മനസ്സിലാക്കണം. 7, 8, 9, 10, 11, 12, 13 അധ്യായങ്ങൾ വരവിന് വേണ്ടി. 8ാമത്തെ അധ്യായത്തിന്റെ പ്രത്യേകത വളരെ മാന്യതയേറിയ ഒരു അധ്യായമായ 8ാം അധ്യായം ക്രൈസ്തവരുടേക്ക് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർ വേർപിരിക്കും. കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ. 9ാമത്തെ അധ്യായമാ ഇസ്രായേൽ ജനം മടങ്ങി വരുന്നതിന്റെ കാഴ്ച പൗലോസ് രേഖപ്പെടുത്തി. 10ാമത്തെ അധ്യായത്തിൽ വീണ്ടും എഴുതിയിരിക്കുന്നു എന്താ രക്ഷയുടെ സന്ദേശം. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ ക്രിസ്തു മരിച്ചവരിൽ ആദ്യ ബലക്കറ്റായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുന്നവൻ ചെയ്യുന്നവന്റെ പേരാ രക്ഷിക്കപ്പെട്ടവൻ. സ്വോത്രം. 11ാം അധ്യായത്തിൽ രക്ഷിക്കപ്പെട്ടവരെ ചേർക്കാൻ കാന്തനെപ്പോൾ മടങ്ങി വരും. അതാ കർത്തൃദാസൻ വായിച്ചത്. അവരുടെ വംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരുടെ ഉയർപ്പല്ലാതെ എന്ത് പറയുക. AD 30 കാൽവറിയിലെ ക്രൂശീകരണം. 37 കാലഘട്ടമാകുമ്പോൾ ശക്തമായ പീഡനങ്ങൾ നടക്കുന്നു. അതിൽ 1ാമത്തെ പീഡനത്തിന് വിധേയനായ അനുഗ്രഹിക്കപ്പെട്ട ഒരു രക്തസാക്ഷിയ സേബാനോസ്. കേട്ടോടോ, സേബാനോസിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? സേബാനോസ് വളരെ ഭക്തിയോടെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്ന. അപ്പോൾ ഈ ശൗലിനെയാണ് ആരെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചത്? സേബാനോസിനെ കൈകാര്യം ചെയ്യാൻ. ശൗൽ സാധാരണ പുള്ളിയല്ല, കപ്പൽ മുതലാളിയുടെ മകൻ. അത് കഴിഞ്ഞിട്ട് സന്നദ്ധി സംഘത്തിന്റെ പത്രം അവന്റെ കയ്യിലുണ്ട്. കീശയിൽ കാശും ഡോളറും ഉണ്ട്. ആരെയും കൈകാര്യം ചെയ്യാൻ നടക്കുന്നവൻ. ഒരു സുപ്രഭാതത്തിൽ വിടിയോ പരസ്യോഗത്തിനകത്ത് സേബാനോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉരുളൻ കല്ലുകൾ കൊണ്ട് ഭക്തനായ സേബാനോസിനെ എറിഞ്ഞവൻ താടിയിട്ടു. അവസാന മൊമെന്റിൽ അവർ ശ്വാസം പോകുന്നതിന് മുമ്പ് സേബാനോസ് ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്ന കാഴ്ച. ഇന്ന് രാത്രി ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് സ്വർഗ സേബാനോസിനോട് പറഞ്ഞു, കുഞ്ഞ്, നിന്റെ കൂടാരമായ ഭൗമഭവനോട് കുഴിച്ചിട്ടാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം നിനക്ക് സ്വർഗത്തിൽ
ഉണ്ടെന്ന് കാണിച്ചത് കൊണ്ട് സ്തേഫാനോസിന്റെ മരണം അതിനകത്ത് വരച്ചു കാട്ടുന്നത്. അതിനുശേഷം അവന്റെ രണ്ടാമത്തെ പദ്ധതിയായിരുന്നു ആരാ? ശൗലിന്റെ രണ്ടാമത്തെ പദ്ധതി അനന്യാസിനെ കൊല്ലുവാൻ. എല്ലാവരും മനസ്സിലാക്കണം എന്താ അനന്യാസിന്റെ പ്രത്യേകത എന്നറിയാമോ? അടുത്ത നല്ല ഭക്തനായിരുന്നു. ദമസ്കോസ്, ഇന്നത്തെ സിറിയയുടെ തലസ്ഥാനമാണ് ഡമാസ്കസ്. അവിടെ പട്ടാപ്പകൽ കുതിരയുടെ ഹല്ലേലൂയ വെണ്ണി വെളിച്ചത്തിൽ യാത്രയോ കുറെ പേരുമുണ്ട്. അനന്യാസ് ഉപദേശിച്ച് കൊല്ലുവാൻ പോവാ. ഇങ്ങനെ പോകുമ്പോഴാ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം, ശൗലേ ശൗലേ നീ ഉപദ്രവിക്കുന്നത് ആര്? ആ സമയത്ത് അന്ന് ആരാകുന്നു കർത്താവ് എന്ന് ചോദിച്ചപ്പോൾ ദാ കിടക്കുന്ന സ്വർഗത്തിന്റെ ടോർച്ചടി ദീം തരികടന്നു. എന്ന് രാത്രി തോലടിയിലായാലും കുന്നത്തുകാലിലാലോ ദൈവത്തെ മറക്കുന്നവരെ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞത് ഓർത്തുകൊള്ളുവേ. കർത്താവിന്റെ കയ്യിൽ ഒരു ടോർച്ചുണ്ട്. നിന്റെ കീശ കാശുണ്ടെങ്കിലും ബാങ്കിനകത്ത് ATM കാർഡിനകത്ത് പണമുണ്ടെങ്കിലും രാഷ്ട്രീയക്കാർ നിന്റെ പിൻബലമുണ്ടെങ്കിലും പോലീസുകാർ നിന്റെ ചൊൽപ്പണിക്കാലും സ്വർഗത്തിന്റെ ക്യാമറ അടിച്ചാൽ നീ താഴെ വീഴും. സ്വോത്രം മനസ്സിലാകുന്നവർക്ക് സകല നിഗളികളെയും വെട്ടിക്കളയുവാൻ ദൈവത്തിന്റെ കരങ്ങളിൽ നല്ല ആയുധമുണ്ട്. സ്വോത്രം ഇന്നത്തെ വല്ല ശൗലുമാരെ കാണുവാതെ തോലടി താഴെ വീണ് കഴിഞ്ഞാൽ കരമനെ ആരാധനയിലോ അല്ലെങ്കിൽ ചൈതന്യയിലോ വാസനായി കയറിലോ ലേസർ അടിക്കാൻ പോകും. പക്ഷെ നമ്മുടെ ശൗലിന് പിടികിട്ടി എന്താ ഇതുകൊണ്ടൊന്നും രക്ഷയില്ല. അവനെ എന്തോ ഇത് എല്ലാവരോടും താങ്ങി 108 ആംബുലൻസിനകത്ത് എവിടെ കൊണ്ടുപോയെന്ന് അറിയാമോ? സ്വോത്രം അവനെ കൊണ്ടുപോയത് നേർവീതിയിൽ തർശോഷുകാരനായ യൂദായുടെ വീട്ടിൽ പാസ്റ്ററോട് സഭയോടും ഒന്നും പറഞ്ഞില്ല. അവർ പായ്ക്കാതിരുന്ന് കരയുവോ. അവന്റെ കണ്ണീര് സ്വർഗത്തിന്റെ ക്യാമറയിലെത്തി. അനന്യാസിന് ഒരു വാട്സപ്പ് കൊടുത്തിട്ട് പറഞ്ഞു, കുഞ്ഞ് പെട്ടെന്ന് പഴയ M80 സ്കൂട്ടറും എടുത്ത് ശൗലിന്റെ തലയെ കൈവച്ച് അവനെ പ്രാർത്ഥിച്ച് ചെതുമ്പൽ അവന്റെ കണ്ണിൽ നിന്ന് മാറ്റി അവന് വിടുതൽ കൊടുക്കണം. അനന്യാസ് ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരായിരുന്നു. അനന്യാസ് സ്വർഗത്തോട് ആദ്യം പറഞ്ഞു, കർത്താവ് അവനൊരു 2 വർഷം കാഴ്ചയില്ലാതിരിക്കട്ടെ. നമ്മുടെ കൺവെൻഷന്റെ ഉള്ള ബ്ലോക്കുകളെല്ലാം അവൻ വെട്ടിക്കൊണ്ട് അടുപ്പിനകത്ത് തീയരിച്ചതാ. സ്വോത്രം രണ്ടാമത് എല്ലാ പോസ്റ്ററിനകത്തും കരിയോയിൽ അടിച്ചതാ. നമ്മുടെ സഭാവിശ്വാസികളെ കുറ്റം പറഞ്ഞതാ. അതുകൊണ്ട് കുറച്ച് നാൾ അവൻ കാഴ്ചയില്ലാതിരിക്കട്ടെ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇത് തന്നെ പാസ്റ്റർമാരുടെ കാര്യം. സ്വോത്രം ചില കാര്യം പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കത്തില്ല. സ്വോത്രം അപ്പൊ സ്വർഗം പറഞ്ഞു ഒന്നും പറയണ്ട, നീ പടപടാ പോകണം. സ്വോത്രം അപ്പോൾ M80 സ്കൂട്ടറുമായിട്ട് ആര് യാത്ര? നമ്മുടെ അനന്യാസ് യാത്ര. ഇപ്പം പാവപ്പെട്ട ശൗല് മുട്ടുമടക്കി കരഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ ചെന്നൊരു വിളി വിളിച്ചുകൊണ്ട് ആ വിളി ആ ശൗലെ സഹോദര 3 ദിവസം മുമ്പ് AK-47 കൊടുവാളും പിച്ചാത്തിയുമായിട്ട് കൊല്ലാൻ വന്നവന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ശൗലെ സഹോദര എന്ന് വിളിക്കണമെങ്കിൽ അനന്യാസിന്റെ അകത്തൊരു കൃപയുണ്ട്. ആ കൃപയുടെ പേരാ രക്ഷയുടെ കൃപ. മനസ്സിലാകുന്നവർക്ക് ഇതാ ഇന്ന് രാത്രി തോലടിയിൽ ഞങ്ങൾ ഉയർത്തുന്നത് ഞങ്ങളുടെ ശത്രുക്കളെ പോലെ സ്നേഹിക്കുവാൻ, ഞങ്ങളുടെ വിരോധികളെ പോലെ മകനെ മകളെ എന്ന് വിളിക്കുവാനും സഹോദര സഹോദരി എന്ന് വിളിക്കുവാനും അപ്പച്ച അമ്മച്ചി എന്ന് വിളിക്കുവാനും ഞങ്ങളുടെ അകത്തൊരു സ്നേഹ സ്വർഗം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സ്നേഹത്തിന്റെ പേരാ കാൽവറിയിലെ സ്നേഹം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം ശത്രുക്കളെ പോലെ സ്നേഹിക്കുവാൻ. ഉടനെ അനന്യാസ് എന്ത് ചെയ്തെന്നറിയാമോ? ശൗലിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അവന്റെ ചെതുമ്പൽ പണ്ടപ്പെട്ടാ കണ്ണീന്ന് പോയി. അവന് കാഴ്ച കിട്ടി. കാഴ്ച കിട്ടിയ ശൗൽ എന്ത് ചെയ്തു? അനന്യാസിനോട് ഉപദേശി എന്തോ ചെയ്യണം? ഉപദേശി പറഞ്ഞു, നീ രക്ഷിക്കപ്പെടണം. അത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യണം? നിന്റെ പഴയ കൂട്ടുകെട്ടെല്ലാം പെടണം. അതിന്റെ പേരാ മാനസാന്തരം. വണ്ടി മാറിക്കറിയണം. അത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യണം? ഇനി കൊട്ടേഷൻ സംഘത്തോടും ബ്ലേഡുകാരോടും പട്ടിപ്പോലക്കാരോടും ഒന്നും നിൽക്കരുത്. അതിന്റെ പേരാ നീ ചെയ്തത് അനുദവിക്കണം. അനുദവിച്ച നീ എന്തോ ചെയ്യണം? കാട്ടാക്കട കിള്ളിയാറിലോ അല്ലെങ്കിൽ നെയ്യാറിലോ പോയി കലക്കവെള്ളത്തിൽ മുങ്ങണം. മുങ്ങിയ നീ എന്തോ ചെയ്യണം? ആത്മാവില് സത്യത്തിലും ആരാധിക്കണം. ആരാധിക്കുന്ന നീ എന്ത് ചെയ്യണം? തിരുമേശയിൽ പങ്കാളിയാകണം. പങ്കാളിയാകുന്ന നീ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മ ശക്തിയാൽ നിറയണം. നിന്നെ ചേർക്കാൻ കാന്തൻ മധ്യാകാശത്തിൽ വരുന്നത് വചനം. മനസ്സിലാകുന്നവർക്കായി വചനത്തിന്റെ ശക്തിയാൽ കാഴ്ച കിട്ടിയവൻ ആദ്യം കണ്ണു തുറന്നാൽ അവൻ രക്ഷിക്കപ്പെടും. അവൻ മാനസാന്തരപ്പെടും. പഴയ കൂട്ടുകെട്ടിന്റെ അനുതാപത്തിന്റെ നദിയിൽ നിന്നുകൊണ്ട് താഴെ വന്ന് കർത്താവിന്റെ നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമം ചൊല്ലി ശ്രാനവേൽക്കും. അവൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. അവൻ അത് കഴിഞ്ഞ് തിരുമേശയിൽ പങ്കാളിയാവും. പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന അവനെ ചേർക്കാനാ സ്വർഗം വിളിക്കുന്ന എന്റെ കാന്ത എന്റെ പ്രാവ്. ഇന്ന് രാത്രി വെള്ളറടയിലോ കാരക്കോണത്തോ പാറശാലയിലോ ഏതെങ്കിലും ഒരു ഉപദേശി പ്രാർത്ഥിച്ച് ആരെങ്കിലും കാഴ്ച കിട്ടിയാൽ 3 TV ക്യാമറക്കാർ കൂടെ കാണും. 1 ഹാർവെസ്റ്റ് കാണും, 2 പൗരുഷം കാണും, 3 മന്ന TV കാണും. ഇന്ന് ഞങ്ങളുടെ ഉപദേശിമാരുടെ പേരെല്ലാം മാറിപ്പോയി. ലൈവ് കേട്ടാൽ ഇന്ന് ഉപദേശി എന്ന പേരിലെല്ലാം പ്രോഫറ്റ്. യൗമാരുടെ കൂടെ ഒരു കള്ളനെയും കൊണ്ട് കിടക്കുന്നുണ്ട്. അത് ചൈനയിൽ MBBS തോറ്റ ഒരു ഡോക്ടർ ആയിരിക്കും. സ്വോത്രം ഏതെങ്കിലും ഒരു കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഈ ഡോക്ടറെ കൊടുക്കും. ഡോക്ടർ ടേക്ക് ഇറ്റ് ദ റിപ്പോർട്ട്. ഉടനെ ഡോക്ടർ പറയും, പക്ഷേ അരവിന്ദ് കണ്ണാശുപത്രി പറഞ്ഞ് കാഴ്ച കിട്ടത്തില്ലെന്ന്, ചൈതന്യയില് ലേസർകാർ പറഞ്ഞ് കാഴ്ച കിട്ടത്തില്ല. ഞങ്ങളുടെ പ്രോഫറ്റ് തൊട്ടപ്പോൾ വിടുതൽ പ്രാപിച്ചു. വൈറലാവാൻ എന്തുകൊണ്ട്? സ്വോത്രം മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി ഈ ലൈവും ഒക്കെ ശരി തന്നെ. പക്ഷെ കാഴ്ച ലഭിച്ചവൻ വചനത്തിന് വേണ്ടി ഉറച്ചു നിൽക്കണം. അവനെ കൊണ്ട് 14 ലേഖനങ്ങൾ തിരുവചനത്തിൽ എഴുതുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കൃപ തോന്നി. അല്പഹല്ലിൽ ആൾ
കുറവെങ്കിൽ പൗലോസിന്റെ അവസാനം എന്തെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 8, 9, 10 വരുമ്പോൾ 3 വലിയ വീരന്മാരെ എടുത്തുകൊണ്ട് വരുന്നത്. 1 എത്യോപ്യ രാജ്ഞിയുടെ മേൽവിചാരകനായ ഷണ്ണ്, 2 ശൗല്. ഇങ്ങനെ 2-3 പേരെ സ്വർഗം കൊണ്ടുവരുന്നു. ദൈവത്തിന് ആവശ്യമുള്ളവരെ തക്ക സമയത്ത് ദൈവം കൊണ്ടുവരും. പൗലോസിന്റെ അന്ത്യമെന്ന് ഉപദേശിമാരും പ്രസംഗിക്കത്തില്ല. അവനെ യുദ്ധ കുറ്റവാളിയായി റോമാക്കാര് പിടിച്ചെടുത്തു. എന്താ റോമാക്കാര് പിടിച്ചെടുത്തതെന്നറിയാമോ? അവനെ ഓസ്ട്രേലിയ കാരാഗ്രഹത്തിനകത്ത് ഇട്ടിരിക്കുക, ഒരു സെല്ലിനകത്ത്. അവന്റെ 2 കുഞ്ഞുങ്ങളുണ്ട്, ശിഷ്യന്മാരായ ജൂനിയർ പാസ്റ്റേഴ്സ്. ഒന്നുമില്ലെങ്കിൽ തിമോത്തിയോസ്, മോനേമേസ്. അവരെവിടേക്കോ ട്രാക്ട് കൊടുക്കാൻ പോയിരിക്കും. ഒരു ശനിയാഴ്ച വൈകിട്ട് ഒരു പടയാളി വന്നിട്ട് ശൗലിന്റെയിൽ താളിയോലയിൽ ഒരു കത്ത് കൊടുത്തു. നാളെ പ്രഭാതത്തിൽ ഓസ്ട്രേലിയ ചന്തയിൽ കൊണ്ടുവന്ന് താങ്കളുടെ കഴുത്തറത്ത് കണ്ണമായി അവസാനിപ്പിക്കുക. പൗലോസിന് പേടിയുണ്ടായില്ല, പക്ഷെ ഒരു കാര്യത്തിൽ അവന് ഭയമുണ്ടായി. തന്റെ പ്രിയ കുഞ്ഞുങ്ങൾ എവിടേക്കോ പരസ്യത്തിലും ട്രാക്ട് കൊടുക്കാൻ പോയിരിക്കുക. ഒരുപക്ഷെ തമിഴ്നാട്ടിലോ കേരളത്തിലോ ഒറ്റത്തായിരിക്കും. ആ കുഞ്ഞുങ്ങൾ മടങ്ങി വരുമ്പോൾ ഈ കാരാഗ്രഹക്കാരൊന്നും പറയത്തുമില്ല, എന്നെ അവർ കാണത്തുമില്ല. അവരുടെ ചങ്കിനകത്ത് വേദന വരും. അതുകൊണ്ട് ആ കൽപ്പന എടുത്തിട്ട് പൗലോസ് ഒരു കാര്യം ചെയ്തു. ഇന്നത്തെ പൂജപ്പുരയിലെ കണക്ക് ചപ്പാത്തി ചിക്കൻ കറിയല്ല, അവിടെ ചിരട്ടയ്ക്കകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. എന്താ, ഒരു കരിക്കട്ട എടുത്തുകൊണ്ട് തന്റെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ കാണുവാൻ വേണ്ടി ഒരു വാക്യം എഴുതി. ഞാൻ ഇവിടെ അസ്തമിച്ചാൽ ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. തിമോത്തിയോസെ, ഒനേസിമോസെ മടങ്ങി വരുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടില്ലെങ്കിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. നമുക്ക് പ്രതിഫലമായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും.